കൂട്ടുകാരെ, എല്ലാവരെയും വീണ്ടും യോഹന്നാൻ്റെ പഠനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം യോഹന്നാൻ്റെ പുസ്തകം 1 അധ്യായം അതിൻ്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാകുന്നു പരിചിന്തിച്ചത്. ഇന്ന് നമ്മൾ അതിൻ്റെ 12ഉം 13ഉം വാക്യങ്ങൾ നമുക്കൊന്ന് ചിന്തിക്കാം. ആദ്യമായി 12ഉം 13ഉം വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. അവിടെ ഇങ്ങനെ വായിക്കുന്നു: അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കൾ ആകുവാൻ അവൻ അധികാരം കൊടുത്തു. 11ാം വാക്യം പറയുകയാണ്: അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കൾ ആകുവാൻ അവൻ അധികാരം കൊടുത്തു. ആരാണ് ഈ അവൻ? അതിൻ്റെ തൊട്ടു മുന്നിലുള്ള വാക്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം പരിചിന്തിച്ചപ്പോൾ യേശുവിനെ തൻ്റെ സ്വന്തക്കാർ സ്വീകരിച്ചില്ല. എന്നാൽ യേശുവിനെ സ്വീകരിക്കുന്നവർക്ക് ദൈവമക്കൾ ആകുവാൻ അവൻ അധികാരം കൊടുത്തു എന്നാണ് പറയുന്നത്. കൂട്ടുകാരെ, നമ്മൾക്ക് ദൈവമക്കൾ ആകുവാൻ നമ്മൾ എന്ത് ചെയ്യണം? യേശുവിനെ സ്വീകരിക്കേണ്ടതുണ്ട്. അതിന് നമ്മൾക്ക് പറയുന്ന ഒരു ബൈബിൾ വാക്യം നമുക്കൊന്ന് പരിചിന്തിക്കാം. നമുക്ക് റോമറിൻ്റെ പുസ്തകം 8 അധ്യായം അതിൻ്റെ 14 വാക്യം നമുക്കൊന്ന് വായിക്കാം. അവിടെ ഇങ്ങനെ വായിക്കുന്നു: ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവമക്കൾ ആകുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് നടത്തുന്നവർക്ക് മാത്രമേ ദൈവമക്കൾ ആകുവാൻ സാധിക്കുകയുള്ളൂ. ഇതിൻ്റെ അർത്ഥം, കൂട്ടുകാരെ, യേശു ക്രിസ്തു തൻ്റെ പിതാവായ ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ളിലുള്ളത് കൊണ്ടാണ് ആ പിതാവായ ദൈവത്തെ അനുസരിച്ച് നടന്നത്. ആ ആത്മാവ്, യേശുവിൽ പ്രവർത്തിച്ച ആ ആത്മാവ് നമ്മളിലും പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ ആ യേശുവിനെ നമ്മൾ നമ്മുടെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ദൈവമക്കൾ ആകുവാനുള്ള അധികാരം പിതാവായ ദൈവം തന്നത് എന്നതാണ്. അതൊന്നുകൂടെ വായിക്കാം. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കൾ. പിതാവായ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്ന മക്കൾക്ക് യേശുവിനെ രക്ഷിതാവും ദൈവപുത്രനുമായി സ്വീകരിക്കുവാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ സ്വീകരിക്കുന്നവർക്ക് ദൈവമക്കൾ ആകുവാൻ പറ്റും എന്നാണ് ഈ വാക്യം നമ്മളെ പഠിപ്പിക്കുന്നത്. കൂട്ടുകാരെ, ഇനിയും നമുക്ക് വീണ്ടും റോമറിൻ്റെ പുസ്തകം ഈ 8 അധ്യായം തന്നെ അതിൻ്റെ 16 വാക്യം നമുക്കൊന്ന് വായിക്കാം. നാം ദൈവത്തിൻ്റെ മക്കൾ എന്ന ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് കൂടെ സാക്ഷ്യം പറയുന്നു. അപ്പോൾ നമ്മൾ ദൈവമക്കളാണെന്ന് ആരാണ് പറയുന്നത്? നാം ദൈവത്തിൻ്റെ മക്കൾ എന്ന ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് കൂടെ സാക്ഷ്യം പറയുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലുള്ള ദൈവത്തിൻ്റെ ആത്മാവിനോട് സംസാരിച്ചുകൊണ്ട് നമ്മളോട് പറയുകയാണ് നമ്മൾ ദൈവമക്കളാണ്. ഇനിയും കൂട്ടുകാരെ, നമുക്ക് 2 കൊരിന്ത്യർ 8 അധ്യായം അതിൻ്റെ 17 വാക്യം നമുക്കൊന്ന് നോക്കാം. എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരും ആയിരിക്കും എന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു. കൂട്ടുകാരെ, ഇതാരാണ്? പിതാവായ ദൈവം ആണ് അരുളി ചെയ്യുന്നത്. എന്താണ്? എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരും ആയിരിക്കുമെന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു. അപ്പോൾ ഈ പിതാവ് നമ്മളെ അംഗീകരിക്കണമെന്നുണ്ടെങ്കിൽ പിതാവ് അയച്ച പുത്രനായ യേശു ക്രിസ്തുവിനെ നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ട്. ആ യേശു ക്രിസ്തു ദൈവപുത്രനും നമ്മൾക്ക് വേണ്ടി അയച്ച രക്ഷിതാവുമാണെന്ന് നമ്മൾ വിശ്വസിച്ച് ആ യേശുവിനെ കൈക്കൊള്ളുമ്പോഴാണ് 17 വാക്യം പറയുന്നത്: എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരും ആയിരിക്കും എന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു. അപ്പോഴാണ് നമ്മൾ പുത്രന്മാരും പുത്രിമാരും ആകുന്നത് എന്നതാണ് ഈ വാക്യം നമ്മളെ തെളിയിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളെ പഠിപ്പിക്കുന്നത്. നമുക്ക് മറ്റൊരു വാക്യം കൂടെ നമുക്കൊന്ന് നോക്കാം. എഫേസ്യ ലേഖനം 1 അധ്യായം അതിൻ്റെ 5 വാക്യം. അവിടെ എന്താണ് പറയുന്നത്? കൂട്ടുകാരെ, അത് സാവധാനമായി നമുക്കൊന്ന് മനസ്സിലാക്കാം. അവിടെ പറയാണ്: അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ, പിതാവായ ദൈവം ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ എന്ന് പറഞ്ഞാൽ നമ്മളായ മനുഷ്യരെ അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിൻ്റെ പ്രസാദപ്രകാരം, പിതാവായ ദൈവത്തിൻ്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന്, യേശുക്രിസ്തു മുഖാന്തരം നമ്മളെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവനിൽ, പിതാവ് പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തൻ്റെ കൃപാമഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി
സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിക്കുകയും ചെയ്തുവല്ലോ. അപ്പോൾ പിതാവായ ദൈവം ആകർഷിക്കാതെ ആരും പുത്രനായ യേശുവിൽ വരികയില്ല എന്നാണ്. അപ്പോൾ പിതാവായ ദൈവം മുൻകൂട്ടി നമ്മളെ ഓരോരുത്തരെയും യേശുക്രിസ്തു മുഖാന്തരം ദത്തെടുക്കണമെന്ന് മുൻപേ തീരുമാനിച്ചതാണ്. അപ്പോൾ ആ ആത്മാവ് നമ്മളിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ യേശുവിനെ വിശ്വസിക്കുകയും അങ്ങനെ യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് പിതാവ് പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തൻ്റെ കൃപാമഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിക്കുകയും ചെയ്തുവല്ലോ. ഇനിയും കൂട്ടുകാരെ, പിതാവായ ദൈവം നമ്മളെ ദത്തെടുത്തു എന്നാണ് ഈ വാക്യം നമ്മളെ മനസ്സിലാക്കുന്നത്. ആര് മുഖാന്തരം? യേശു ക്രിസ്തു മുഖാന്തരം നമ്മളെ ഓരോരുത്തരെയും ദത്തെടുത്തു. അത് പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം ഒന്നുകൊണ്ട് മാത്രമാണ്. ഇനി കൂട്ടുകാരെ, ഈ ദൈവമക്കൾ ആരാണ് എന്നാണ് നമ്മൾ ഇനി ചിന്തിക്കുവാൻ പോകുന്നത്. അതിനായിട്ട് 1 യോഹന്നാന്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. 3:1. കാണുവിൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ ദൈവമക്കളാകുവാൻ ആരാണ് ആഗ്രഹിച്ചത്? പിതാവായ ദൈവം, യഹോവയാം ദൈവം ആഗ്രഹിച്ചിട്ട് തൻ്റെ പുത്രനെ നമുക്ക് നൽകിയിരിക്കുകയാണ്. അങ്ങനെ പുത്രനിൽ കൂടി നമ്മളെ ദൈവമക്കളാകുവാൻ, പുത്രനിൽ കൂടി നമ്മളെ ദത്തെടുത്തു. കാണുവിൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ. ഇപ്പൊ ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ ആരാണ് ആഗ്രഹിച്ചത്? പിതാവായ ദൈവം. പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അങ്ങനെ തന്നെ നാം ആകുന്നു. ലോകം അവനെ അറിഞ്ഞിട്ടില്ലായതുകൊണ്ട് നമ്മയും അറിയുന്നില്ല. ഈ ലോകം അതറിയുന്നില്ല. ഈ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം കാരണമാണ് യേശുക്രിസ്തു ഭൂമിയിൽ വന്നതെന്നും നമ്മളെ ദത്തെടുത്തതെന്നും ഉള്ള കാര്യം ഈ ലോകം അറിയുന്നില്ല. ശരിയല്ലേ കൂട്ടുകാരെ? ആരും ഈ പിതാവായ ദൈവത്തെ അറിയുന്നില്ല. ഈ പിതാവായ ദൈവം യേശു ആണ് എന്നാണ് നമ്മളെ മനസ്സിലാക്കിച്ച് തന്നിരിക്കുന്നത്. പക്ഷെ ബൈബിൾ എന്താണ് പറയുന്നത്? നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. പിതാവിൻ്റെ സ്നേഹമാണ് ഈ യേശു ക്രിസ്തു തൻ്റെ ദൈവപുത്രനെ നമുക്ക് ബലിയായി തന്ന് നമ്മളെ വീണ്ടെടുത്ത് നമ്മളെ തൻ്റെ ദൈവമക്കളാകുവാൻ ദൈവമാണ് ഈ സ്നേഹം നമ്മളോട് കാണിച്ചത്. ഈ പിതാവായ ദൈവത്തെ അറിയാത്തത് കൊണ്ട് ആ പിതാവ് സ്നേഹിക്കുന്ന ദൈവമക്കൾ ആരാണെന്ന് ഈ ലോകക്കാരും അറിയുന്നില്ല. അതുതന്നെയാണ് യേശുക്രിസ്തുവിന് സംഭവിച്ചത്. ഈ യേശുക്രിസ്തുവിനെ ഭൂമിയിൽ അയച്ചത് പിതാവായ ദൈവമാണ്, രക്ഷകനാണ്, യേശു മെശിഹയാണ് എന്ന് ലോകം അവനെ അറിഞ്ഞില്ല. അതുകൊണ്ട് അവനെ ക്രൂശിച്ചു. തൻ്റെ സ്വന്തം ജനം വരെ അവനെ സ്വീകരിച്ചില്ല എന്നാണ്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആ പിതാവായ ദൈവത്തെ അറിഞ്ഞ് ആ പിതാവിൻ്റെ സ്നേഹം പുത്രനിൽ കൂടെ നമുക്ക് തന്നു. അപ്പോൾ ആ പുത്രനെ നമ്മൾ ദൈവപുത്രനായി സ്വീകരിക്കുമ്പോൾ പിതാവ് സന്തോഷിച്ച് നമ്മളെ ദൈവമക്കളാകുവാൻ ദൈവം അധികാരം കൊടുത്തു എന്നാണ്. കൂട്ടുകാരെ, ഇനി മനോഹരമായ വേറൊരു വാക്യം കൂടി ഉണ്ട് ഇതിനെ ആസ്പദമാക്കി. അത് നമുക്ക് ഗലാത്യരുടെ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 26-ാം വാക്യം കൂടെ നമുക്കൊന്ന് വായിക്കാം. അവിടെ ഇങ്ങനെ വായിക്കുന്നു: ക്രിസ്തുയേശുവിലെ വിശ്വാസത്താൽ നിങ്ങൾ എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. ക്രിസ്തുയേശുവിൻ്റെ വിശ്വാസത്തിൽ മാത്രമേ നമുക്ക് ദൈവമക്കൾ ആകുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും ഈ പിതാവായ ദൈവത്തെ അറിയുകയും പിതാവ് അയച്ച പുത്രൻ യേശുക്രിസ്തുവിനെയും അറിയുമ്പോൾ നമ്മൾ ദൈവമക്കൾ ആകുന്നു എന്നാണ്. അതിനായിട്ട് നമ്മൾ ഓരോരുത്തർക്കും പരിശ്രമിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.